വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. വാഗ്ദാനങ്ങൾ പാലിച്ച ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ നിലമ്പൂർ ചന്തക്കുന്നിൽ നഗരസഭയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ VS സുനിൽകുമാർ. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ നയം വികസന രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ മുൻപിലെത്തി വോട്ട് ചോദിക്കുന്നത് ആത്മാഭിമാനത്തോടെയാണ്. BJP സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് ശ്രമം നടത്തുമ്പോൾ LDF പൊതുസമ്പത്തിന്റെ ജനാധിപത്യ ക്രമത്തോടു കൂടിയ പൊതുവിതരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിച്ചതിൽ പരാതിയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമാക്കണം. 2016 നൽകിയ വാഗ്ദാനങ്ങളിൽ 99% പാലിച്ചാണ് LDF 2021 മത്സരിച്ചത്. മികച്ച ഭൂരിപക്ഷത്തിൽ LDF സർക്കാർ തുടർഭരണത്തിലെത്തി. പ്രകടന പത്രിക വായിച്ചു നോക്കി നടപ്പാക്കുന്നവരാണ് LDF സർക്കാരുകൾ. UDF പ്രകടന പത്രിക പ്രതിപക്ഷ നേതാവ് പോലും വായിച്ചു നോക്കാറില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. നീതി ആയോഗ് പറഞ്ഞ കാര്യമാണ്, BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ കാര്യമാണ്. അതിദരിദ്രരുടെ ഏറ്റവും അതിദരിദ്രമില്ലാത്ത കുറവുള്ള സ്റ്റേറ്റ് കേരളമാണ്. 0.536% ആളുകളാണ് ഇവിടെയുള്ള അതിദരിദ്രർ. അതേസമയത്ത് ബീഹാറിൽ ഇപ്പൊ BJP അധികാരത്തിൽ വന്ന ബീഹാറിൽ 26% അതിദരിദ്രരുടെ എണ്ണം. BJP ഭരിക്കുന്ന UP 23%. 23 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള UP 23% എന്ന് പറഞ്ഞാൽ എത്ര കോടി ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളെ കണക്കെടുക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ആ കണക്കനുസരിച്ച് കേരളത്തിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ മനുഷ്യരെ പോലെ, അതായത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലോ റേഷൻ കാർഡുകളിലോ പേരുകളില്ലാതെ, ഭൂമിയോ വീടോ ഇല്ലാതെ, ഏതെങ്കിലും ബന്ധുക്കൾ പോലും ഇല്ലാതെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ പോകുന്ന അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സഹായത്തോടും. യോഗത്തിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ അധ്യക്ഷത വഹിച്ചു. കക്കാടം റഹീം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാക്ന തോപ്പിൽ, നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം കല്ലട അബ്ദുൽ സമദ്, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, T ഹരിദാസ്, M മുജീബ് റഹ്മാൻ, മറ്റ് കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിലെ മുഴുവൻ കൌൺസിലർമാരും പുതിയ സ്ഥാനാർത്ഥികളും വേദിയിലെത്തിയിരുന്നു. LDF ഭാഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.